ഹായ് സ്റ്റുഡൻസ്, വി എസ് നോട്ട്സിൻ്റെ +2 അക്കൗണ്ടൻസി ചാപ്റ്റർ 1 പാർട്ട് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും കേൾക്കണം, നോട്ട് എഴുതി വെച്ച് പഠിക്കണം. എങ്കിൽ മാത്രമേ തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് നേരത്തെ ഇട്ടിരിക്കുന്ന ക്ലാസ്സുകൾ എടുത്ത് കണ്ട് അതിൻ്റെ നോട്ട്സൊക്കെ പഠിച്ച് തയ്യാറാവുക. എങ്കിലേ നമുക്ക് കണക്ക് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ഫീച്ചർ, അതിൻ്റെ ഫോർമാറ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരുന്ന ചില പ്രത്യേക ഐറ്റംസ് എങ്ങനെയാണ് അക്കൗണ്ട്സിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയത്. ഇന്ന് നമുക്ക് അതിനെ എല്ലാത്തിനെയും കൂടെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ആ പോയിന്റുകളെ നമുക്ക് ഒന്നിച്ച് വെച്ച് നോക്കാം. അതേ പറഞ്ഞ കാര്യങ്ങളാണ്, അത് തന്നെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഏറ്റവും നമ്മളുടെ മനസ്സിൽ കരുതി വെക്കേണ്ട പോയിന്റുകളാണ് ഇത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളോട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ തരുന്നത്, നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നത് ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആയിരിക്കും. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണ്, അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നിട്ട് അതിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടാറുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമതായിട്ട്, ഓമിറ്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ്, ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്, ക്ലോസിംഗ് ബാങ്ക് ബാലൻസ്, ഇവ നമ്മൾ ഓമിറ്റ് ചെയ്യുക, വിട്ടുകളയുക. അത് നമ്മൾ എടുക്കണ്ട, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാൻ പാടില്ല. അടുത്തത് പറയുന്നു, ടേക്ക് ഓൺലി റവന്യൂ ഐറ്റംസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓർ ലീവ് ഓൾ ദോസ് ക്യാപിറ്റൽ ഐറ്റംസ്. ആ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് റവന്യൂ റെസീപ്റ്റും റവന്യൂ പേയ്മെൻറ്റും മാത്രമേ നമ്മൾ എടുത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് അതാത് സൈഡിൽ എഴുതാൻ പാടുള്ളൂ. ക്യാപിറ്റൽ റെസീപ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പേയ്മെൻറ്റ് നമ്മൾ എടുക്കാൻ പാടില്ല. റവന്യൂ റെസീപ്റ്റും റവന്യൂ പേയ്മെൻറ്റും ഒക്കെ എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എങ്കിലും വീണ്ടും പറയുന്നു, റവന്യൂ റെസീപ്റ്റ്, റവന്യൂ പേയ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് റിക്കറിങ് നേച്ചറിലുള്ളതാണ്. ക്യാപിറ്റൽ റെസീപ്റ്റ്, ക്യാപിറ്റൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമാണ് ക്യാപിറ്റൽ റെസീപ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നമ്മളത് എടുക്കാൻ പാടില്ല. അടുത്ത പോയിന്റ് പറയുന്നത്, ടേക്ക് ഓൺലി റവന്യൂ ഐറ്റംസ് ഫോർ ദ കറൻറ്റ് പീരിയഡ്. റവന്യൂ ഐറ്റംസ് എടുക്കാൻ പറഞ്ഞു, പക്ഷേ കറൻറ്റ് പീരിയഡിലേക്കുള്ള, അതായത് നമ്മളോട് ഏത് പീരിയഡിലെ, ഏത് അക്കൗണ്ടിങ് പീരിയഡിലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണോ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത് ആ പീരിയഡിലേക്കുള്ള റവന്യൂ ഐറ്റംസ് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതിനു മുമ്പത്തെ ആൻഡ് എക്സ്ക്ലൂഡ് ഐറ്റംസ് റിലേറ്റിംഗ് ടു ദ പ്രിസീഡിങ് ഓർ സക്സീഡിങ് പീരിയഡ്. അതിനു മുൻപുള്ള കാലഘട്ടത്തിലെയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞു വരുന്ന കാലഘട്ടത്തിലെയോ ഏതെങ്കിലും ഐറ്റംസ് കൊടുത്തതായിട്ടെന്നോ കൊടുക്കാനുണ്ടെന്നോ കിട്ടിയതായിട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. അവയൊക്കെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം, ഒഴിവാക്കണം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ അക്രൂഡ് ഇൻകം, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യാൻ പഠിച്ചപ്പോൾ ഇതെല്ലാം നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? അക്രൂഡ് ഇൻകത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ അതിൻ്റെ ചെയ്യണം. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവയൊക്കെ എന്തെങ്കിലും ഉള്ളതായിട്ട് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ അതൊക്കെ ഇതിനകത്ത് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് അക്രൂഡ് ഇൻകം അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്?
എന്താണ്, ഇൻകം ഡ്യൂ ആണ് ബട്ട് നോട്ട് റിസീവ്ഡ്. നമുക്ക് ഒരു ഇൻകം കിട്ടാനുണ്ട്, പക്ഷേ ഇങ്ങോട്ട് പെട്ടിക്കകത്തോട്ട് വീണിട്ടില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്താണ് സാധാരണയായിട്ട് ചെയ്യുന്നത്, കറണ്ട് പീരീഡിലെയാണ്. അപ്പം നമ്മൾ അതിനെ ആഡ് ചെയ്യും. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, നമ്മൾ കൊടുക്കാനുള്ള നമ്മളുടെ ഒരു എക്സ്പെൻസ് നമ്മൾ കുടിശ്ശികയാക്കിയിട്ടിരിക്കുന്നു, അത് ആ കൺസേൺഡ് എക്സ്പെൻസിനോട് കൂടി ആഡ് ചെയ്യും. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമ്മൾ അടുത്ത വർഷത്തെ ഇൻകം ഇപ്പോഴേ മേടിച്ചു, അത് നമ്മളുടെ ഒരു ലൈബിലിറ്റിയാണ്, അത് നമ്മൾ കുറച്ച് കളയും. പിന്നെയുള്ളത് പ്രീപെയ്ഡ് എക്സ്പെൻസ്, നമ്മളുടെ ഒരു എക്സ്പെൻസ് നമ്മൾ അഡ്വാൻസ് ഇപ്പോഴേ കൊടുത്തു വെച്ചിരിക്കുകയാണ്, അതിനെ നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ അതാത് വർഷത്തെ ഇൻകവും എക്സ്പെൻസും മാത്രമേ എടുക്കാവുള്ളൂ എന്ന് ഇതിന് തൊട്ട് മുമ്പത്തെ പോയിൻ്റായിട്ട് പറഞ്ഞു. അപ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തണം. അപ്പോൾ ഇവിടെ പുതിയതായിട്ടുള്ള ഒന്നുമില്ല, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെയാണോ എടുത്തിരുന്നത് അതേ രീതിയിൽ തന്നെ ചെയ്യുക. അടുത്ത ഒരു പോയിൻ്റാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റർ ഡിപ്രീസിയേഷൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തണം. ഇപ്പം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറഞ്ഞാൽ അത് എത്രയാണ് പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ ടു ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് എഴുതുക. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എഴുതാൻ പറഞ്ഞാൽ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതുക. ഓക്കെ, ചിലപ്പോൾ പെർസെൻറ്റേജ് ആയിട്ടില്ല ഡിപ്രീസിയേഷൻ തരിക, ചിലപ്പം തുടക്കത്തിൽ ഒരു അസറ്റിന് ഇത്ര വിലയുണ്ടായിരുന്നു, വർഷാവസാനം ഇത്രയേ വിലയുള്ളൂ എന്ന് പറയുമ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്തിയായിരിക്കണം ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതേണ്ടത്. അപ്പോൾ അതാത് ക്വസ്റ്റ്യൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇത്രയുമാണ് 5 പോയിന്റുകൾ നമുക്ക് ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അതിനെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇത്രയും നമ്മൾ ശ്രദ്ധിച്ച് ഇതിൻ്റെ ഐറ്റംസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ the difference between the two sides will indicate either excess of income over expenditure, that is surplus, if the balance is credit, or excess of expenditure over income, അതായത് ഡെഫിസിറ്റ്, ഇഫ് ബാലൻസ് ഈസ് ഡെബിറ്റ് എന്നാണ് അത് കേട്ടോ. അതായത് ഈ രണ്ട് സൈഡുകളും ബാലൻസ് ചെയ്യുമ്പോൾ ഇൻകം എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ സർപ്ലസ് ആണ് എന്ന് വെച്ചാൽ ഇഫ് ദ ബാലൻസ് ഈസ് ക്രെഡിറ്റ്, ബാലൻസ് ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം സർപ്ലസ് ആണെന്നാണ്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡിനോട്ട് വാട്ട്, എന്താണ്, സർപ്ലസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ പറയുന്നു എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം ആണെങ്കിൽ അത് ഡെഫിസിറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ബാലൻസ് വരുമ്പോൾ ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻഡിക്കേറ്റ്സ് ദി ഡെഫിസിറ്റ്. അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദിസ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്, ഇതിനെ എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർഡ് ടു ദ ക്യാപിറ്റൽ ഫണ്ട് ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ്. ഇതിനെ നമ്മൾ ഈ കിട്ടുന്ന സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആസ് ദ കേസ് മേ ബി ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർഡ് ടു ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ അവിടെ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തതോ എങ്ങനെയോ അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഈ സ്റ്റെപ്പുകൾ നമ്മൾ കാണാൻ പഠിക്കണം. നമ്മൾ റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോഴും കുറച്ച് സ്റ്റെപ്പ് പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ്. പിന്നെ ഒരു കാര്യം നമുക്കിവിടെ ഇതിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണെന്നും അതിൻ്റെ കാര്യങ്ങളെല്ലാം മുഴുവൻ പഠിച്ചു. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സും എല്ലാം പഠിച്ചു. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഏതെങ്കിലും 2 എണ്ണമെങ്കിലും എഴുതാൻ വരും. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. any two difference between receipts and payment account and income and expenditure account. അത് ഞാൻ സെപ്പറേറ്റ് നോട്ട് എഴുതി ഉണ്ടാക്കിയിട്ടില്ല. കാര്യം നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അതെന്താണേലും പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളാണ്. ഒന്ന് നമുക്ക് പറയാം, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് റൈറ്റ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ബുക്ക്. Income and expenditure account should be right in the form of profit and loss account. Receipts and payment account is a real account. Income and expenditure account is a nominal account. Receipts and payment account has opening and closing balance, but
in income and expenditure account does not show such balance but there is deficit or surplus. അങ്ങനെ നമുക്ക് ഈ പോയിന്റ് പഠിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ വ്യത്യാസങ്ങൾ എഴുതാൻ പറ്റും. അതുകൊണ്ട് അതിന് സെപ്പറേറ്റ് ഒരു നോട്ടില്ല. ഓക്കെ, എങ്കിലും അത് മനസ്സിലുണ്ടായിരിക്കണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഒരു കണക്ക് ചെയ്താലോ? അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ. Following is the receipts and payments account of the Calcutta Club for the year ending December 31st, 2007. Prepare the income and expenditure account for 2007 after considering the additional information. അപ്പോൾ ഇവിടെ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് ഫോർ 2007. അപ്പം 1st January 2007 തൊട്ട് 31st December 2007 വരെയുള്ള ഇൻകമും എക്സ്പെൻസും ഒക്കെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മുടെ കറണ്ട് പീരീഡ് എന്ന് പറയുന്നത് അതാണ്. അത് നമ്മൾ ആദ്യം നോക്കി വെക്കണം. പിന്നെ നോക്കൂ, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആണ്. അപ്പോൾ ആ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിന് നമ്മൾക്ക് അറിയാം എന്താണെന്ന്, നമ്മൾ അത് തന്നെ ചെയ്യാനായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താനായിട്ടുള്ള കാര്യങ്ങളാണത്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളത് വായിച്ചു നോക്കണം, എല്ലാ ഐറ്റവും വായിച്ചു നോക്കണം. നമ്മൾ ഫൈനൽ അക്കൗണ്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ടിക്ക് ചെയ്യുക, അല്ലാത്തതെല്ലാം ഇൻറ്റു മാർക്ക് ഇടാം നമുക്കിവിടെ. ഓക്കെ, ഇപ്പം നമുക്ക് ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇതിൽ നിന്ന് ഇതേപോലത്തെ തന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടായിരിക്കും നമ്മളോട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്കത് തരംതിരിച്ചെഴുതാം. ഇപ്പോൾ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ ഐറ്റംസ് മാത്രം ടിക്ക് മാർക്ക് ഇട്ട് സെലക്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ചെയ്ത് ശീലിച്ചാൽ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. കുറച്ച് എക്സ്പേർട്ട് ആയിക്കഴിഞ്ഞ് നമുക്ക് നേരെ ക്വസ്റ്റ്യൻ കണ്ടൊക്കെ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റെപ്സ് എല്ലാം പഠിച്ചു വെച്ചത് ഓർമ്മയുണ്ടല്ലോ, മനസ്സിൽ? ആദ്യം തന്നിരിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്, അത് എടുക്കരുതെന്ന് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിന് ഇൻറ്റു മാർക്ക് കൊടുക്കുക. പിന്നെ എൻട്രൻസ് ഫീ ആണ്. എൻട്രൻസ് ഫീ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. എപ്പോഴും ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇനി കുഞ്ഞ് എമൗണ്ട് ഒക്കെ ആണെങ്കിൽ ഇൻകം ആക്കാം. ഇനി പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ല എങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യണം എന്നാണ് നമ്മൾ അതിൻ്റെ നോട്ട് പഠിച്ചത്, ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ നമ്മൾ വിട്ടുകളയുക. പിന്നെ സബ്സ്ക്രിപ്ഷൻ ഇവിടെ നോക്കിക്കേ, 3 വർഷത്തെയും നമുക്ക് തന്നിട്ടുണ്ട്. 2006 2000 രൂപ കിട്ടി, 2007 1,69,000 കിട്ടി, 2008 3000 രൂപ കിട്ടി. നമ്മൾ ഏത് വർഷത്തെയാണ് എഴുതുന്നത്? 2007. അപ്പോൾ നമുക്ക് ആ ഫിഗർ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ സ്റ്റെപ്പിനകത്ത് പഠിച്ചിട്ടുണ്ട് കറണ്ട് പീരിയഡിലെ ഐറ്റംസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, റവന്യൂ ഐറ്റംസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഐറ്റംസ് എടുക്കരുത്, മുൻ വർഷത്തെയും അടുത്ത വർഷത്തെയും ഇത് തന്നിട്ടുണ്ടെങ്കിൽ എടുക്കരുത് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്കിതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വർഷത്തെ മാത്രം, അതായത് 2007 സെലക്ട് ചെയ്യുക, ബാക്കി രണ്ടും ഇൻറ്റു മാർക്ക് ഇടുക. പിന്നെ അടുത്തത് ലോക്കർ റെൻ്റ് ആണ്, കുഴപ്പമില്ല, റവന്യൂ ആണ്. ഹോൾ റെൻ്റ് റവന്യൂ ആണ്, പ്രശ്നമില്ല. ഇനി പേയ്മെൻറ്റ് സൈഡ് ചെക്ക് ചെയ്ത് റെൻ്റ് ഉണ്ട്, കുഴപ്പമില്ല. സ്റ്റേഷനറി, ജനറൽ എക്സ്പെൻസ്, റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ്, ഇൻട്രസ്റ്റ്, ഇതൊക്കെ റവന്യൂ ഐറ്റംസ് ആണ്. അടുത്തത് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ പേയ്മെൻറ്റ്, അപ്പോൾ അതിവിടെ വരില്ല, അപ്പോൾ അതിന് ഇൻറ്റു മാർക്ക്. അടുത്തത് ക്ലോസിംഗ് ബാലൻസ് എടുക്കരുതെന്ന് പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അതും വേണ്ട. അപ്പം നമ്മൾ ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് മൊത്തം ചെക്ക് ചെയ്തു. ഇനി നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷനും വായിച്ചു നോക്കണം. കാരണം നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഐറ്റംസുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ തന്നിരിക്കുന്നത്, അതാണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നോക്കിയെങ്കിലേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻസ്, ലോക്കർ റെൻറ്റ് ₹500 related to 2006 and ₹700 is still owing. എന്താ പറഞ്ഞിരിക്കുന്നത്? ലോക്കർ റെൻറ്റിനകത്ത് 500 രൂപ കഴിഞ്ഞ വർഷത്തെ 2006 700 രൂപ ഈ വർഷത്തെ ഇനിയും കിട്ടാനുമുണ്ടെന്നാണ് പറയുന്നത്. അപ്പം കിട്ടിയിരിക്കുന്നത് മൊത്തം എത്രയാ? 5,000. അതിനകത്ത് എന്ത് ഉൾപ്പെട്ടിട്ടുണ്ട്? 2006 500 രൂപ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം? കഴിഞ്ഞ വർഷത്തെ ഉണ്ടെന്നാണ് പറയണം. അപ്പോൾ അത് നമ്മൾ കുറച്ച് കളയണം. ലോക്കർ റെൻ്റ് എന്ന് നമ്മൾ
നമ്മളുടെ റെസിപ്റ്റ് ആണ്. നമ്മളുടെ ഇൻകം സൈഡിൽ, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ലോക്കർ റെൻ്റ് എന്ന് എഴുതിയിട്ട് 5000 എഴുതുക. ലെസ് റെൻ്റ് ഓഫ് റിലേറ്റഡ് ടു 2006 എന്ന് എഴുതി 500 രൂപ കുറച്ച് കാണിക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് വേണം, ഈ വർഷത്തെ ഓവിങ്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് ഇനിയും കിട്ടാനുണ്ട്, അക്രൂഡ് റെൻ്റ് ആണത്, അതിനെ നമ്മൾ ആഡ് ചെയ്യണം. അതാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്തിരുന്നു, അതിനകത്ത് നമ്മൾ ഈ ഔട്ട്സ്റ്റാൻഡിങ്ങും അക്രൂഡും പ്രീപെയ്ഡും ഒക്കെ എങ്ങനെ ചെയ്തിരുന്നു അതേ രീതി തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെന്റ് റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അത് റെന്റിന്റെ കൂടെ എന്ത് ചെയ്യണം, കൂട്ടണം. റെന്റ് നമ്മൾ എക്സ്പെൻസ് റെന്റ് ആണ് 15,200, അതിന്റെ കൂടെ ആഡ് റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് 1300 അവിടെ എഴുതുക എക്സ്പെൻസ് സൈഡിൽ. അടുത്തത് പറയുന്നു ക്ലബ് ഓൺഡ് സ്പോർട്സ് മെറ്റീരിയൽ ഓഫ് ₹25,000 ഓൺ 1st January 2007 ആൻഡ് ഓൺ 31st December 2007 ദ വാല്യൂ വാസ് ₹20,000. അത് എന്താണ്, വളച്ചു കെട്ടിയ ഒരു ഡിപ്രീസിയേഷൻ്റെ കാര്യം പറഞ്ഞിരിക്കുക. 2007 ജനുവരി 1 സ്പോർട്സ് മെറ്റീരിയൽ, ഒരു സ്പോർട്സ് ക്ലബ്ബാണല്ലോ ഇത്. സ്പോർട്സ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അവരുടെ അസറ്റാണ്. ആ അസറ്റിൻ്റെ വില 25,000 ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് 31st December ആയപ്പോൾ 20,000 ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, 5,000 രൂപ എന്തായിട്ട് നമ്മൾ കാണണം, അവിടെ ഒരു ഡിപ്രീസിയേഷൻ ഉണ്ടായി എന്നുള്ളത് നമ്മൾ അവിടെ മനസ്സിലാക്കി എടുത്തോണം. അവ തമ്മിലുള്ള ഡിഫറൻസ്, 25,000 സാധനം 20,000 രൂപയായെന്ന് പറഞ്ഞാൽ 5,000 രൂപ നമുക്കവിടെ ഒരു ലോസ് വന്നു. നമ്മൾ സ്റ്റെപ്പിനകത്ത് പഠിച്ചില്ലേ, അഡ്ജസ്റ്റബിൾ ഐറ്റംസ് ചെയ്യണം, നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യണം, നമ്മൾ പഠിച്ചിരുന്നില്ലേ, അത് ആ സംഭവമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ എല്ലാം വായിച്ച് മനസ്സിലാക്കില്ല. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇതുപോലെ നിങ്ങൾ വായിച്ചു വേണ്ടാത്തത് ഇൻറ്റു ഇടുക, വേണ്ടത് ടിക്ക് ചെയ്യുക, അതിനുശേഷം അഡ്ജസ്റ്റ്മെൻറ്റുകളുള്ളതൊക്കെ നോക്കി കണക്ട് ചെയ്ത് വെക്കുക, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കണക്ക് ചെയ്യാൻ തുടങ്ങാവുള്ളൂ. അല്ലാതെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉടനെ സ്കെയിലും പെൻസിലും എടുത്ത് അങ്ങ് വരച്ച് തുടങ്ങരുത് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ആൻസർ നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇതുപോലെ വരയ്ക്കണം. മേളിൽ ഹെഡിങ് എഴുതിയത് കണ്ടോ, ഇയർ കാണിക്കണം. ഇനി എക്സ്പെൻഡിച്ചർ ഡെബിറ്റ് സൈഡ്, എമൗണ്ട് കോളം, ഇൻകം, എമൗണ്ട്. ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ചെയ്തപ്പോൾ അതിനകത്ത് അക്കൗണ്ടിനകത്ത് ഓരോ ഡോട്ട് ഇട്ടിട്ടാണ് ഓരോരോ ഐറ്റംസ് എഴുതിയിരുന്നത്. ആ ഡോട്ട് ഇടാൻ പാടില്ല കേട്ടോ. അതന്ന് അങ്ങനെ ആ ഇതിനകത്ത് ചെയ്ത സമയത്ത് വന്നതാണ്, അത് ചെയ്യാൻ പാടില്ല. ഇപ്പം നോക്കുക, എക്സ്പെൻഡിച്ചർ സൈഡിൽ ആദ്യം എന്തെഴുതി, റെൻ്റ് എഴുതി. അതായത് എക്സ്പെൻഡിച്ചർ സൈഡ് എഴുതണമെങ്കിൽ നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ കിടക്കുന്ന ഐറ്റമാണ് നോക്കേണ്ടത്, അത് ഓർത്തോണം എപ്പോഴും. അപ്പോൾ റെൻ്റ് എഴുതി. അപ്പോൾ റെൻറ്റിന് നമുക്ക് എന്തുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ, ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്, എന്ത്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ, എന്തായിരുന്നു, ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് എഴുതി കൂട്ടി നമ്മൾ ഔട്ടർ എമൗണ്ട് കോളത്തിലേക്ക് ആക്കി. അടുത്ത എക്സ്പെൻസ് സ്റ്റേഷനറി ആണ്, അതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, നേരെ എഴുതാം. അടുത്തത് ജനറൽ എക്സ്പെൻസ് ആണ്, അത് നേരെ എഴുതി. അടുത്തത് റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് ആണ്, അത് നേരെ എഴുതാം. അടുത്തത് ഇൻട്രസ്റ്റ് ആണ്, അതിനും അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, അതിനും നമ്മൾ എമൗണ്ട് നേരെ എഴുതി. അടുത്തത് ഡിപ്രീസിയേഷൻ, അടുത്തതൊരു ഐറ്റം നമ്മുടെ പേയ്മെൻറ്റ് സൈഡിലില്ല, പക്ഷേ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കി നമ്മൾ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അത് ഡിപ്രീസിയേഷൻ ഓൺ സ്പോർട്സ് മെറ്റീരിയൽ എന്ന് എഴുതി ആ എമൗണ്ട് കണ്ടുപിടിച്ചത് എഴുതുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ റെസീപ്റ്റ് സൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻകം സൈഡിലേക്ക് പോകാം. ഇൻകം സൈഡിൽ നമ്മളുടെ ആദ്യത്തെ ഐറ്റം ക്വസ്റ്റ്യനിൽ കിടക്കുന്നത് ബാലൻസും എൻട്രൻസ് ഫീയും, അത് നമ്മൾ എടുക്കില്ല, നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തു. നമ്മളുടെ കറക്റ്റ് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ നേരിട്ട് നമുക്കിവിടെ എഴുതാം. ഇവിടെ അതിനകത്ത് സബ്സ്ക്രിപ്ഷൻ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ അതിനകത്ത് അങ്ങനെ നേരിട്ട് ഇങ്ങോട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലാണ്. അടുത്തത് ലോക്കർ റെൻ്റ് ആണ്. ലോക്കർ റെൻറ്റിന് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. 2006 കിട്ടിയത് കുറച്ച് കളഞ്ഞു. ഈ വർഷത്തെ അത് കുറച്ചിട്ടുള്ളത് എഴുതുക. അതിനുശേഷം ഈ വർഷം നമുക്ക് കിട്ടാനുണ്ടെന്നും പറഞ്ഞിട്ടുള്ളത് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എഴുതിയിട്ട് അത് നമ്മൾ കൂട്ടി ഔട്ടർ എമൗണ്ട് കോളത്തിലേക്ക് ആക്കി. അതിൻ്റെ ആ ട്രീറ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾ ശരിക്കും നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഹോൾ റെൻറ്റ് നേരിട്ട് എഴുതാം, അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, ഇൻകം ആയിരുന്നു. അപ്പോൾ എല്ലാ ഐറ്റംസ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന രീതി അറിയാമല്ലോ. നമ്മൾ രണ്ട് സൈഡും കൂട്ടി നോക്കും. കൂട്ടി നോക്കിയിട്ട് കൂടിയ ടോട്ടൽ ഏതാണോ അതിനെ നമ്മൾ രണ്ട് സൈഡിലോട്ടാക്കും. അപ്പോൾ ഇവിടെ രണ്ട് സൈഡും കൂട്ടി നോക്കുന്നത് റഫായിട്ട് കൂട്ടണം. എന്നിട്ട് ഇവിടെ ഡെബിറ്റ് ടോട്ടൽ 56,500, അതായത് നമ്മുടെ എക്സ്പെൻസ് അതാണ്. നമ്മുടെ ഇൻകം 1,77,200 ഉണ്ട്. അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടു. വ്യത്യാസം കണ്ടപ്പോഴത്തേക്കും എത്ര വന്നു നോക്കുക, 1,20,700 ആണ് വ്യത്യാസം വന്നത്. അതാണ് നമ്മളുടെ സർപ്ലസ്. അതായത് എഴുതുന്ന രീതി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതാണ് നമ്മളുടെ സർപ്ലസ്.
ആ സർപ്ലസിനെ നമ്മൾ എങ്ങോട്ട് വിടും? ഇനി ഇപ്പോൾ ഇതിൻ്റെ കൂടെ ബാലൻസ് ഷീറ്റും കൂടെ ചെയ്യാൻ പറഞ്ഞുണ്ടാവും ക്വസ്റ്റ്യനൊക്കെ. ഇനി അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സർപ്ലസ് എടുത്ത് നമ്മൾ ആ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ കൂട്ടിവെക്കണം. ഓക്കെ, ഇത്രയുമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. രീതി മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിനി ഹോംവർക്ക് ചെയ്യണ്ടേ? അപ്പോൾ ഹോംവർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കെന്നഡി ക്ലബിൻ്റെ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണക്ക് ചെയ്യണമെങ്കിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നോക്കി വിട്ടുകളയേണ്ട ഭാഗം ഐറ്റംസ് വിട്ടുകളയുക. എടുക്കേണ്ടത് ഏതാണെന്ന് പ്രത്യേകം ടിക്ക് ചെയ്യുക. ഇവിടെ വിട്ടുകളയാനുള്ളത് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും വേണ്ട. അപ്പോൾ അതിനെ ഇൻറ്റു മാർക്ക് ഇടുക. പിന്നെ നമ്മൾ റവന്യൂ ഐറ്റംസ് മാത്രം എടുത്താൽ മതി, ടിക്ക് ഇടുക. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ ഉണ്ട്, ചെറിയ എമൗണ്ട് ആണ്. ഡൊണേഷൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ആകേണ്ടത്, ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഐറ്റമാണ്, പെക്യുലിയർ ഐറ്റത്തിൽ വരുന്നതാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ലാസ്റ്റ് നോക്കിയേ, 1/2 ഓഫ് ദ ഡൊണേഷൻ ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. അത് അപ്പോൾ നമുക്ക് അത് എന്താ പറഞ്ഞിട്ടുണ്ട്? അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പകുതി ഡൊണേഷൻ ക്യാപിറ്റലൈസ്ഡ് ചെയ്യണം. എന്ന് വെച്ചാൽ പകുതി എമൗണ്ടേ ഇവിടെ എടുക്കാൻ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എടുക്കാൻ പാടുള്ളൂ. പിന്നെ സാലറി, റെൻറ്റ്, പോസ്റ്റേജ്, ടെലിഗ്രാം, സ്റ്റേഷനറി, ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപം നടത്തി, ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്, ഇവിടെ എടുക്കാൻ പാടില്ല. നമ്മളത് ബാലൻസ് ഷീറ്റിലേ എടുക്കത്തുള്ളൂ, അപ്പോൾ അത് വേണ്ട. സൺട്രി എക്സ്പെൻസ് റിക്കറിങ് ആണ്, ക്ലോസിംഗ് ബാലൻസ് ആണ് അടുത്തത്, അപ്പോൾ അതും വേണ്ട. ഓക്കെ, അപ്പോൾ ഐറ്റം നമ്മളെല്ലാം നോക്കി. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31 December 2014 എമൗണ്ടഡ് ടു ₹500. അതായത് ഈ വർഷം നമ്മൾ 500 രൂപ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടാനുണ്ട്. ഈ വർഷത്തെ ആരോ കൊടുത്തിട്ടില്ല. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ മെമ്പർമാർ തരുന്നതാണല്ലോ. അപ്പോൾ ഏതോ കുറച്ച് മെമ്പർമാർ എല്ലാവരും കൂടി 500 രൂപയുടെ അവർ തന്നിട്ടില്ല. അപ്പോൾ അത് നമുക്ക് കിട്ടാനുള്ള ഒരു ഇൻകമാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷം കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല, എന്ത് ചെയ്യും? അക്രൂഡ് ഇൻകം ആണ്. അതിനെ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് അക്രൂഡ് സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, അടുത്തത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻക്ലൂഡ് ₹200 ഫോർ 2015. ഇനി കിട്ടിയ സബ്സ്ക്രിപ്ഷനകത്ത് അടുത്ത വർഷത്തെ 200 രൂപ ഇൻക്ലൂഡാണ്. അടുത്ത വർഷത്തെ ഒന്നും നമ്മൾ ഇപ്പോഴത്തെ കണക്ക് ബുക്കിൽ എഴുതി വെക്കേണ്ട കാര്യമില്ല, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ കഴിച്ചതിന് ശേഷമുള്ളത് വെച്ചിട്ടേ നമുക്ക് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വർഷത്തെ ഇൻകം നമ്മൾ ഇപ്പോഴേ മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്, അല്ലെങ്കിൽ അൺഏൺഡ് ഇൻകം എന്നാണ് അതിനെ പറയുക. അതിനെ ലെസ് ചെയ്യണം. അടുത്തത് സാലറീസ് അൺപെയ്ഡ്. അൺപെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് ആണ്. 1 January 2014, അതായത് ഈ അക്കൗണ്ടിങ് പീരീഡിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് സാലറി 150 രൂപയുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ വർഷം സാലറി 800 രൂപ കൊടുത്തതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ആ 800 രൂപയ്ക്കകത്ത് ഈ 150 രൂപ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞ വർഷത്തെ കൊടുത്തതല്ലേ, അപ്പോൾ അത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി കുറയ്ക്കണം. ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് 100 രൂപ, അതായത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് കൂട്ടണം. ഇത് നമുക്ക് സെപ്പറേറ്റ് വേറെ കുറച്ച് കണക്കുകൾ പഠിക്കാനുണ്ട്. ഞാൻ അതിൻ്റെ ഫോർമാറ്റ് അപ്പോൾ തന്നുകൊള്ളാം. ഇപ്പം നിങ്ങളിങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് കൂട്ടണം. അടുത്തത് റെൻറ്റ് വാസ് പ്രീപെയ്ഡ് ടു ദ എക്സ്റ്റെൻറ്റ് ₹75. ഈ വർഷത്തെ റെൻറ്റ് നമ്മൾ 75 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രീപെയ്ഡ് അഡ്വാൻസ് എന്താ? പ്രീപെയ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡ് ഐറ്റംസിനെ നമ്മൾ സാധാരണ കൺസേൺഡ് ഐറ്റത്തിൽ നിന്ന് ലെസ് ചെയ്യണം എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ ലെസ് ചെയ്യുക. 1/2 ഓഫ് ദ ഡൊണേഷൻ ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. ഡൊണേഷൻ്റെ പകുതി ക്യാപിറ്റലൈസ് ചെയ്യണം. അപ്പോൾ പകുതിയെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരച്ച് അതാത് ഐറ്റംസുകൾ എഴുതി ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 3960 എന്ന് സർപ്ലസ് കിട്ടും. ഓക്കെ, അപ്പം നന്നായിട്ട് ശ്രമിച്ചോളൂ കേട്ടോ. ഇനി ആദ്യത്തെ തവണ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീണ്ടും ഐറ്റംസ് ചെക്ക് ചെയ്യുക. റവന്യൂ ഐറ്റം അല്ലേ, ക്യാപിറ്റൽ ഐറ്റം വല്ലതും എടുത്തു പോയോ, അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തില്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അത് ശരിയായിക്കോളും. ഓക്കെ, ഇനി നമുക്ക് ധാരാളം സമയമുണ്ടല്ലോ, ഒരു കണക്കും കൂടെ ഇരുന്ന് ചെയ്യുക. ഇതും ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു പ്രോബ്ലമാണ്. ഇതെല്ലാം തന്നെ മുൻകാല വർഷങ്ങളിൽ
എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കണം. അത് കൂടുതൽ ചെയ്യുന്നത് നമുക്ക് നല്ലതായിരിക്കും. ഇവിടെയും ഈ പറഞ്ഞ പോലെ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ഒന്നും പറഞ്ഞു തരില്ല. നിങ്ങളെല്ലാം തന്നെത്താനെ കണ്ടുപിടിച്ച് ഏതെടുക്കണം ഏതെടുക്കണ്ട, എങ്ങനെ ബാലൻസ് ചെയ്യണം എന്താണെങ്കിലും ലാസ്റ്റ് ആൻസർ തന്നിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ഡെഫിസിറ്റ് ആയിരിക്കും 1410. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ചെയ്യുക. ഇനി എങ്ങാനും തെറ്റിപ്പോയാലും ഒന്നും വിഷമിക്കേണ്ട, നമുക്ക് ധാരാളം സമയമുണ്ട്. വീണ്ടും ഒന്നും കൂടെ അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ സ്റ്റെപ്പ് നോക്കുക. ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ആ സ്റ്റെപ്പ് കാണാപ്പാഠം പഠിച്ചിട്ട് അത് അപ്ലൈ ചെയ്യുക ക്വസ്റ്റ്യനകത്ത്. അത്രമാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ് നമുക്ക് ബാലൻസ് ഷീറ്റ് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഇത് വായിച്ച് നല്ല ഹൃദിസ്ഥമാക്കിയെങ്കിലേ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ എളുപ്പത്തിൽ പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ നോട്ട്സും പഠിക്കണം, കണക്കുകൾ ഹോംവർക്ക് തന്നിരിക്കുന്നതും എഴുതി വെക്കണം. എങ്കിലേ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യുള്ളൂ. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.